അള്ളാഹു തന്ന എല്ലാ അസുഖം അള്ളാഹു തന്നെ ഷിഫാക്കി തരട്ടെ. ഈ എന്നെ ബുക്കിൽ പഠിച്ചല്ലേ അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് ധൈര്യത്തോടെ ഇരിക്കുക. അള്ളാഹു എല്ലാം ഷിഫാക്കി തരും. ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിബിലി മോൻക്ക് ഇന്നലെ കിടക്കുമ്പോഴേ ചെറുതായിട്ടൊരു പണി ഉണ്ടായിരുന്നു. അത് ഫിനിമോളാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ നേരത്തെ കിടന്ന് ഉറങ്ങിയതായിരുന്നു. അപ്പോൾ അവൾ എണീറ്റപ്പോഴേ ഷിബിലി മോനെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എന്താ അവൻ എണീക്കാത്ത എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് പനിയാണെന്ന് പറയട്ടെ. അപ്പോഴേ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കളയിൽ ആദ്യം തന്നെ കറിക്കുള്ളത് വെക്കുകയാണ്. കറിക്ക് വെള്ളക്കടലയാണ് വെക്കുന്നത്. അപ്പോൾ 2 ഉള്ളിയും 1 തക്കാളിയും അതുപോലെ തന്നെ ഒരു വലിയ പൊട്ടാറ്റോയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ. പൊട്ടാറ്റോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമുണ്ട്. പൊട്ടാറ്റോ ഇവിടെ അത്ര ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനിമോള് പൊട്ടാറ്റോ കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ അല്ലേ. പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ ഒരിത്തിരി ചിക്കൻ മസാലയും പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉപ്പും ഇട്ടുകൊണ്ട് കറിക്കുള്ളതാണ്ട് വിസിലടിപ്പിക്കാൻ വെച്ചു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുക്കറിൻ്റെ സ്ക്രൂ എപ്പോഴും ലൂസായിരിക്കും കേട്ടോ. എപ്പോഴും ഞാൻ ഇതുപോലെ ടൈറ്റ് ആയിരിക്കും, വീണ്ടും ഇതുപോലെ ലൂസാവും ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിട്ട് അഥവാ ഇമ്മ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അതൊന്ന് ടൈറ്റ് ആയി കൊടുത്തു. പിന്നെ കടിക്ക് ഓട്ടടയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. ഓട്ടട അത്യാവശ്യം അരിപ്പൊടിയും അത്യാവശ്യം വെള്ളം ഒരു നുള്ള ഉപ്പും പിന്നെ ഒരിത്തിരി ചോറും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്നൊരു കയ്യിലുണ്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്യില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലേഡുമോ ഒട്ടിപ്പിടിക്കുമെന്ന് വെച്ചിട്ട് കേട്ടോ ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്ത മിക്സിക്കും തന്നെ വലിയൊരു കുഴപ്പം വരില്ല. മറ്റേത് ഇങ്ങനെ കട്ട കുത്തി നിൽക്കുമ്പോൾ അതിങ്ങനെ അടിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും ചെയ്യും. അപ്പോൾ ഞാൻ ഓട്ടടൊക്കെ അരക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനത്തെ നല്ലോണം പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയോ ഒരു ഇത്തിരി ഉപ്പിട്ടോണ്ട് നല്ലോണം ഒന്ന് അരച്ചോട്ട് സവാൻ പാടില്ല. ഓട്ടടക്കാകുമ്പോൾ അത്യാവശ്യം കട്ടി വേണം കേട്ടോ. പിന്നെ എന്നുണ്ടെങ്കിൽ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് വേണം, എന്നാലിട്ട് നമ്മുടെ ഓട്ടട ശരിയാവുള്ളൂ. അങ്ങനെ തീയാണ്ട് പിടിപ്പിച്ചെടുത്തോണ്ട് പിന്നെ ഒരു ഇത്തിരി തേങ്ങ ഓട്ടടയിൽ ഇടാമെന്ന് വിചാരിച്ചു. ഓട്ടടയിൽ തേങ്ങ ഇടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൊടുത്തുള്ളൂ. തേങ്ങ കൂടുതലാവാനും പാടില്ല കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഫസ്റ്റത്തെ ഓട്ടടാണ് പറഞ്ഞു കൊടുത്തു. ചട്ടി നല്ലോണം ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിലേ നമ്മൾ ഓട്ടട നന്നാവില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ചട്ടി നല്ലോണം ചൂടുവാണ്. പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ, വറ്റ് കൂടുതലാവാനും പാടില്ല കേട്ടോ. വറ്റ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും, തിന്നാനും തന്നെ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കില്ല, അപ്പോൾ തിന്നാനും തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്കിഷ്ടമാട്ടോ ഓട്ടട ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഓട്ടടക്ക്. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓട്ടട ഒരു കല്ല് പോലെ ഇരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. കുറച്ച് വറ്റ് ചേർത്താൽ മതി. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഉച്ചക്ക് ചോറിനുള്ള വെണ്ടക്ക ആദ്യം തന്നെ ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ അത് ഒരു പാനിൽ 2 തക്കാളി 2 പച്ചമുളകും അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഉപ്പിട്ടുണ്ട് അതൊന്ന് കുറച്ച് വെള്ളം പറഞ്ഞ് അതൊന്ന് വേവിക്കാൻ വെക്കണേ. കൂടെ 1 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കടിയായപ്പോഴേക്കും ഇക്ക ഫസ്റ്റത്തെ കൊണ്ടുപോയിട്ടാ, കാരണം ഇക്കാക്ക് പണിക്ക് പോവാറായിട്ടുണ്ട്. അപ്പം ആദ്യം ഉണ്ടാക്കിയതൊക്കെ പിന്നെ ഇക്കാക്ക് കൊടുത്തു. അങ്ങനെ ഓട്ടട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സൗണ്ട് മാറുന്നുണ്ടല്ലേ വോയിസിന്, കാരണം എന്താണെന്ന് വെച്ചാൽ മഴ അങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഷീറ്റുമൊക്കെ വന്നിട്ടാണ്. മഴ പെയ്യുമ്പോൾ വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ വോയിസ് ഒന്നും തീരെ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ചോറിനുള്ള വെള്ളം അങ്ങോട്ടാണ്ട് വെച്ചു കേട്ടോ. പിന്നെ അതേ കടിയൊക്കെ റെഡിയായി, അതൊക്കെ ഇനി ടേബിൾ തന്നെ ഓർഡർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചെറിയ അടുപ്പത്ത് വെള്ളം വെച്ചിരുന്നുള്ള ചോറിനുള്ള അതൊക്കെ അത്യാവശ്യം ചൂട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അരി കുടുക്കയിലോട്ടാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും ഇതേ വെണ്ടക്ക വെച്ചിരുന്നില്ല ഈസിയൊക്കെ അത് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെണ്ടക്ക വഴറ്റിയതും ആയിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ അത് ഒരു ഇത്തിരി പുളി എടുത്തിട്ട് അതൊന്ന് പൊഴിഞ്ഞു കൊടുത്തു. പിന്നെ അത് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ തേങ്ങ ചിരകിയത് 2 ചെറിയുള്ളി 2 വലിയ ജീരകവും എല്ലാം ഇട്ടുകൊണ്ട് നല്ലോണം മിക്സിയിട്ട് അടിച്ചെടുത്താണ്ടത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയപ്പോഴേക്കും ഇതാ കറി റെഡി ആയിട്ട് ചെറുതായിട്ടൊരു തള വന്നു. പിന്നെ ഞാൻ ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. സാധാരണ ചെറിയുള്ളിയിൽ മൂപ്പിച്ചെടുക്കാറാണ് ചെയ്യലിട്ടോ. ഞാൻ ടൈമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കൂട്ടോ. പച്ച വെളിച്ചെണ്ണ നല്ലതല്ലേ, ടേസ്റ്റ് കൂടാൻ നല്ലത് തന്നെയല്ലേ. അങ്ങനെ കറി ഇതെടുത്ത് വെച്ചു. ആ സ്പോട്ടിൽ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടോ. എനിക്ക് കുറച്ചെന്തെങ്കിലും കച്ചറ അപ്പോഴേക്ക് തുടക്കണം കേട്ടോ. അങ്ങനെ ശീലമായി പോയി. അപ്പോഴേക്ക് ഇതേ ഫിനിമോൾ എഴുന്നേറ്റ് വന്ന സീനാണ് ഈ കാണുന്നത്. മാറൂലേ നാളിപ്പം വെച്ചിക്ക് അസുഖം ഉണ്ടായി, ഇമ്മാൻ്റെ മാറി, എനിക്കുണ്ടായി, അതൊക്കെ മാറിയില്ല. അതുപോലെ കാക്കാൻ്റെ മാറില്ലേ? മാറും സാരമില്ല കേട്ടാ. കാക്കാൻ്റെ മാറിട്ടാ. ഓരോരുത്തരും വെച്ച് പോയി ബ്രഷ് ചെയ്താണ്. സാരമില്ല, അതിപ്പോൾ മാറും.
കേട്ടാ കാക്കോട്ടെ മാറും ഉമ്മച്ചി കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനെ ഉമ്മച്ചി കാക്കാനെ ഹോസ്പിറ്റൽ കാണിച്ചിട്ടേ വരാം അപ്പോൾ ഇതിന് കാക്കാൻ്റെ മാറും കേട്ടാ. ഹോസ്പിറ്റലിലവിടെ ഇറങ്ങേ അതെന്തിനാ ഒരു ഉച്ചക്ക് കൊണ്ടേ കാണിച്ചാ വൈകുന്നേരം അപ്പൊ അതുവരെ ഓനക്ക് ഓനെ കാണിച്ചാതിരിക്കേ അപ്പൊ ഓന്റെ അസുഖം മാറണ്ടേ വെച്ച് കൂട്ടി പോയി ബ്രഷ് ചെയ്യും. അവൾക്ക് എനിക്കോ ഷിബിലിമോനക്കോ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം കരയൂട്ടാ. അവൾക്ക് ഭയങ്കര ടെൻഷനാട്ടാ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖം വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് വയ്യാഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക ഇരിക്കുകയൊക്കെ ആയിരിക്കും. അവൾ കാണാൻ ബെഡിൽ കിടന്ന് അങ്ങനെ കരയും. പിന്നെ ഇങ്ങനെ വരൂട്ടാ അമ്മച്ചി ഗുളിക വേണം വെള്ളം വേണം എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ഓ പിന്നെ കിടന്നാ നിൽക്കണ്ടോ നമ്മച്ചി കൂട്ടി എന്നിട്ടോ ഹോസ്പിറ്റൽ കൊണ്ടേ കാണിച്ചാൽ മാറൂലേ കാക്കാൻ്റെത് വൈകില്ല ഡോക്ടർ ഉച്ചാവൂല വരാന് ഡോക്ടർ ഉച്ചാവൂല വരാന് അതിപ്പോ മാറും ഹോസ്പിറ്റൽ കാണിച്ചാൽ മാറൂല. നല്ല കാര്യം കാക്കാക്ക് പനി ഈ കാര്യം ഒന്ന് കുളിക്ക് സ്കൂൾ പോവാൻ. ഒന്ന് വാ വാ സ്കൂൾ പോവാൻ മാറ്റി വാ കുളിച്ച് 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 കാക്ക പറഞ്ഞൊക്കെ മാറുന്നു കാക്കാക്ക് മാറുന്നു കാര്യം ഉണ്ടാന്ന് പറഞ്ഞൊക്കെ അയ്യയ്യ. അങ്ങനത്തെ ഞാൻ പിന്നെ അടിച്ചു വരാൻ വേണ്ടി പുറത്തിറങ്ങി. ഷിബിലിമോനാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്നും പോകില്ല. അപ്പം ഇങ്ങനെ വെള്ളം വേണം ഞാൻ എന്തെങ്കിലും പണിയെടുക്കണം എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാ കണ്ടില്ല ഞങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഇതാണേ. ഇന്നാണെന്നുണ്ടെങ്കിലും മദ്രസ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് സ്കൂൾക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചു വരുന്നുണ്ട്. ഷിബിലിമോനാണെന്നുണ്ടെങ്കിൽ അവിടെ കടന്നും ചെയ്തു. പിന്നെ എന്നുണ്ടെങ്കിൽ അവളത് അങ്ങനെ ഇരുന്ന് കരയണേ. കുറേയൊക്കെ ഞാൻ അടിച്ചു വരുമ്പോഴേ അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്നാലും അവൾക്ക് അതൊന്നൊരു വിഷയമായിട്ട് അവൾ അങ്ങനെ കരയണ്ടാണ് കണ്ടില്ലേ. അവൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കിടക്കുമ്പോഴോ പനിക്കണമൊന്നുമില്ല ഇപ്പം എന്താ പെട്ടെന്ന് പനിച്ചെന്നൊക്കെ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കായിരുന്നു. അങ്ങനെ അത് എൻ്റെ അടിച്ചുവാലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചാടിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഗുളിക ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഉച്ചാവും പോകാൻ. അപ്പോഴേക്കും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഭേദാവല്ലോ എന്ന് വെച്ചു. അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഷിബിലിമോന് 4 ആളായിരിക്കും. ഇനിയാണെങ്കിൽ നല്ല പൊള്ളുന്നുണ്ട്. ചൂടുണ്ടാ സാരയ്യ ഒക്കെ മാറും ഗുളിക കുടിച്ചാൽ മാറൂട്ടാ. അങ്ങനെ ഫിലിമോൾക്ക് പോകാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ചായ കുടിച്ചോന്ന് പറഞ്ഞിട്ടൊന്നും അവൾ സമ്മതിക്കില്ല. കാക്കുവിൻ്റെ കൂടെയാണ് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് കൊണ്ടുപോട്ടെ. അപ്പം എണീറ്റപ്പോഴേ അവൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ഇരുന്നിട്ടൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഇരിക്കണ്ട കിടക്കണ്ട എൻ്റെ ഭേദമായിട്ട് കിടന്നാൽ മതി ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട്. അപ്പം എന്നാലും അവൻ്റെ അടുത്ത് തന്നെ അവൾക്ക് ഇരിക്കണം കേട്ടോ. അപ്പം എന്നോടൊന്ന് കയറ്റി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഏതായാലും കുറച്ച് ടൈമല്ലേ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ 2 പേർക്കും കൂടി ചായ കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ ഈ പനി എല്ലായിടത്തും ഉണ്ടല്ലേ. പനി വയറ്റുന്നൊക്കെ ഛർദി ഒക്കെ ഉണ്ട്. ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കാണ്. കാലാവസ്ഥ മാറിയില്ലേ. കടും ചൂടിൽ നിന്ന് തണുപ്പൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ജലദോഷവും പനിയും ചുമയും ഒക്കെ പെട്ടു. ഷിബിലിമോനാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട എന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രെഡ് വേണ്ട കൊണ്ടിച്ചെണ്ണ ചോദിച്ചപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞു. കട്ടൻ ചായ മാത്രം മതിയാണ്. ചൂടുള്ള കട്ടൻ ചായ മതിയാണ് കേട്ടോ. അതാണ് കേട്ടോ കുടിക്കണേ. ഫിനിമോൾക്കും തന്നെ കടി തിന്നിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അവൾ മുഴുവനാക്കാതെ അവൾ ഇറങ്ങി. അങ്ങനത്തെ സ്കൂൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു.
വെള്ളം നല്ല ബേക്കിൽ അങ്ങനത്തെ ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം കുടിച്ചിട്ട് അവന് ഗുളിക കുടിച്ചു കേട്ടോ. അവൾക്കാണ് എന്നുണ്ടെങ്കിൽ അവൾ പോകുന്നതിൻ്റെ ഗുളിക കൊടുക്കുവാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞൊന്നും അവൾ സമ്മതിക്കല്ല കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ അവന് കടിയൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവനക്ക് ഭയങ്കര തൊണ്ടവേദനയുണ്ട്. അങ്ങനെ അവളെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞാൻ 2 മിഠായി കൊടുത്തതായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കൊടി കുടിച്ചാ ഉള്ളൊക്കെ കേറി ഇരുന്ന് കൊതുകുണ്ടാവൂല. നമുക്ക് ഉള്ളൊക്കെ പോവാ ഉള്ളൊക്കെ പോ വാ. അങ്ങനെ അതെ നല്ല മനസ്സോടെ അവൾ സ്കൂൾക്ക് ഇറങ്ങാട്ടോ. സലാം പറഞ്ഞ് സലാം പറഞ്ഞ് എത്ര സലാം ആയില്ലേ. അങ്ങനത്തെ ഒരു മുട്ടായി അവളൊരു സമാധാനത്തിന് വേണ്ടി ടെൻഷൻ പോകാൻ വേണ്ടി ഞാൻ കൊടുത്തതായിരുന്നു കേട്ടോ. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. പിന്നെ അവളെ കൊണ്ടാക്കി വന്നപ്പോഴേക്കത് അവന് നല്ല ഉറക്കാട്ടോ. ഭാഗത്ത് കയറി ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിളിച്ചോണത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കഞ്ഞി കുടിക്കാറാകുമ്പോൾ വിളിച്ചോണത്താന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ബത്തളായിരുന്നു കേട്ടോ മീൻ. അത് ഇതേ മസാല ഒക്കെ തേക്കാണ്. അത്യാവശ്യം മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും ഫിഷ് മസാലയും പിന്നെ ഇട്ടുകൊണ്ട് നല്ലോണം മസാല തേക്കി വെച്ചു. പിന്നെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിലിട്ട് വെച്ചു. അത് അലക്കലും ഉണക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ അടുത്തൊക്കെ നേരെ വരികയാണ്ട് എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ അവനെ വിളിച്ചോണ്ടാണ്ട് ഹല്ല ഷിഫാക്കി തരും. ഹല്ലലെല്ലാം കേൾക്കുന്നവനും കാണുന്നവനും ചെയ്യുന്നവനും അറിയുന്നവനും ഒക്കെ പറയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പനിയാണെന്നുണ്ടെങ്കിൽ സഹിക്കാനും കഴിയില്ലല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ പനി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേലും കൈയൊക്കെ ആകെ വേദനയായിരിക്കും. പിന്നെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ടവേദനയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉഷാറായും ചെയ്തില്ല. മക്കൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ നമ്മൾ ഉമ്മമാർക്ക് തീരെ സമാധാനം ഉണ്ടാവില്ലല്ലേ. എനിക്കും തന്നെ ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഷിബിലിമാർക്കും ഫിലിമുകൾക്കൊക്കെ വയ്യാതാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടക്കിടക്ക് വന്ന് അവരങ്ങനെ തപ്പി നോക്കൂട്ടോ പനിക്കലുണ്ടാന്നൊക്കെ. അങ്ങനെ അവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 ചെറിയുള്ളിയും 2 കുരു പുളിയും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് മിക്സിയിലിട്ടൊന്ന് നല്ലൊന്ന് പേസ്റ്റാക്കി അരച്ചാട്ടാ ചമ്മന്തി. പിന്നെ ഒരു പച്ചമുളക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചമ്മന്തി ആയിട്ട് ഉഷാറാക്കി കൊടുത്തില്ല. പനിക്കുമ്പോൾ ചമ്മന്തിയും അതുപോലെ തന്നെ കഞ്ഞിയാവുമ്പോൾ പ്രത്യേക ഒരു ഇത് കിട്ടൂല നാവിനൊക്കെ. ഒരുവിധം നീച്ചടക്കാൻ വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷിബിലിമോനൊന്നും ഈ കടത്തം കിടക്കില്ല. ഇത് തീരെ വയ്യാതായിട്ടാണ് കേട്ടോ ഈ കടത്തം. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ലല്ലേ നമ്മളെ വ്ളോഗിലൊക്കെ ഓരോരോ ഉടായ്പ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവന് എൻ്റെ കൂടെ എപ്പോഴും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഞാൻ അവനെ എത്ര വിളിച്ചിട്ടും അവന് വീണ്ടും പൊതച്ച് വീണ്ടും കിടന്നുറങ്ങാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവനെ വിളിച്ചുണർത്തിക്കൊണ്ട് ഞാൻ കഞ്ഞി വിളമ്പാൻ വന്നു. നിസ്കാരം കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. ഉച്ച ടൈമിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തിരക്കുണ്ടാവില്ലല്ലോ. നമ്മളടുത്തുള്ള ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ നമ്മൾ പോവാറ്. അങ്ങനത്തെ അവനക്ക് കഞ്ഞി എടുത്തു, എനിക്ക് ചോറും എടുത്തു. രാവിലെ ചായ കുടിച്ച പിന്നെ ഒന്നും കഴിക്കാറില്ല. ഇവിടെ ചില വീട്ടിലൊക്കെ 10 മണിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കില്ല. ഇവിടെ പിന്നെ ആ പരിപാടിയൊന്നുമില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ 9 മണി ആയി തുടങ്ങുമല്ലേ ഏകദേശം ചായയൊക്കെ കുടിക്കും. എൻ്റെ അകത്തുള്ള പണി അടിക്കലും തുറക്കലും അലക്കലും ഒക്കെ കഴിയുമ്പോഴേക്ക് എനിക്ക് വിശന്നിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും വിളിച്ചോണ്ടി ആൾ എണീറ്റ് വന്നിട്ട് എണീറ്റ് വന്നപ്പോഴേ എനിക്ക് വേണ്ട, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും വേണ്ടി ഞാൻ കഞ്ഞി കോരി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ചോറ് തിന്നോളി, ഏതായാലും ചോറ് വിളമ്പി വെച്ചിക്കണില്ലേ, പിന്നെ അവനെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കഴിക്കാൻ വേണ്ടി ഡേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഷിബിലിമോന് വെക്കൽ പോലൊക്കെ കഞ്ഞി കുടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചോറും തിന്നു. ടേബിളൊക്കെ ക്ലീനാക്കി ഇക്കാക്കുള്ളത് അവിടെ തന്നെ വെച്ചുട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇക്ക അവിടെ ഇരുന്ന് കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആട്ടോ. അപ്പോൾ വാതിലിന് ഭയങ്കര ഒരു പിടുത്താട്ടെ. പെട്ടെന്ന് അടക്കാനും തുറക്കാനും കൊണ്ട് പറ്റൂല കേട്ടോ. ഷിബിലിമോനൊന്നും ആവിട്ടിട്ട് ലോക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ. പിന്നെ തുറക്കാൻ അവനക്ക് കഴിയും ചെയ്യും. അങ്ങനെയാട്ടെ ഡോറിനുള്ള പ്രശ്നം. അങ്ങനത്തെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണെന്നിടയിൽ ഭയങ്കര തിരക്കിട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അതിനുശേഷം ഡോക്ടറെ കാണിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഗുളിക ഉണ്ടായിരുന്നു കുടിക്കാൻ. അത് പെട്ടെന്ന് തന്നെ എടുത്തു. എന്നാൽ പിന്നെ പെട്ടെന്ന് മാറിക്കോളല്ലോ എന്ന് വിചാരിച്ചു.
പിന്നെ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ, അതുപോലെ തന്നെ ഫിനിമോൾ സ്കൂൾ വിട്ടുന്ന സീന്, അതൊക്കെ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ അത് ഡിലീറ്റ് ആയി പോയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഓരോ വീഡിയോസ് എടുത്ത് വെക്കല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കും. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെയുള്ള വീഡിയോസും പോയി. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല കേട്ടോ. അപ്പോഴാർക്ക് മനസ്സിലായത് ഇതായിരിക്കും സംഭവിച്ചത്. പിന്നെ ഫിനിമോളിനെ രാത്രി ഗുളികയൊക്കെ കൊടുത്ത് നമുക്ക് 3 പേർക്കും ഈ റൂമിൽ കിടക്കാമെന്ന് വേണ്ടി ഇന്ന് ഇവിടെ ഇട്ട് കിടന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.